മക്കളെ വരി കാളൂസ് കിച്ചണിൽ ഇന്നുണ്ടാക്കാൻ പോണത് തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടുള്ള ഒരു പച്ചടിയാണ് നാരത്തങ്ങ പച്ചടി. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇന്നുണ്ടാക്കാൻ പോണത്. നല്ല രുചിയായിട്ടുള്ള ഒരു പച്ചടിയാണ് ഇത്. നാരത്തങ്ങ പച്ചടി എന്ന് പറയും. ഇതൊരു ചെറിയ 2 നാരത്തങ്ങ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. നല്ല പച്ച കളറാണ് ഇതിൻ്റെ പുറമൊക്കെ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മക്കളെ, നമ്മളെ നാരത്തങ്ങയൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരിയണം, നല്ല ചെറുതായിട്ട് അരിയണം. അപ്പോൾ അരിഞ്ഞത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, അരിഞ്ഞ ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കണത്. ഇത് ചെറിയ നാരത്തങ്ങയാണ്, അതുകൊണ്ടാണ് പച്ചമുളക് ഒന്ന് ഞാൻ ചെറുതായിട്ട് തന്നെ അതും അരിഞ്ഞിട്ടുള്ള 2 എരിവുള്ള നല്ല പച്ചമുളകാണിത്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് 4 നാരത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ 3 4 പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് എരിക്കനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. അപ്പം ഇതാ ഒരു കഷ്ണം കായ. ഇതിൻ്റെ പൊടിക്ക് പകരമാണ് ഞാൻ കായ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴായിരുന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ ഞാൻ കായ പൊടിയോടെയും കട്ടിക്കായം തന്നെ ഞാൻ ഇടുകയുള്ളൂ. പിന്നെ കല്ലുപ്പ്. അപ്പോൾ അതാദ്യം നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കണം. പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ഇത് ഇടണ്ട. നമുക്ക് കണ്ണാടി ഗ്ലാസ് പോലത്തെ ഉള്ള സാധനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ അല്ലെങ്കിൽ ചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഇതുകൾ ചെയ്യുമ്പം. അപ്പം നമുക്കിതിനെ ഈ ചട്ടിയിലോട്ട് ആക്കി കൊടുക്കാം. പച്ചമുളകും നാരത്തങ്ങ ഇതിലാക്കിയിട്ടുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ ആളില്ല മക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കാത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് കണക്കാക്കി ഞാൻ കല്ലുപ്പെടുത്ത് വച്ചിട്ടുണ്ട്, അതും ഇതിലിട്ട് കൊടുക്കാം. കല്ലുപ്പിടുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതേപോലെ ഇളക്കി വെക്കണം. ഇളക്കി വെച്ച് ഇത് ഉടൻ ചെയ്യാം. നമുക്ക് ഒരു 2-3 മണിക്കൂറിലൊക്കെ നമുക്കിത് ചെയ്താൽ മതി. ഇത്തിരി ഉപ്പ് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കണമെന്ന് പറയണത്. ഇല്ല, നിങ്ങൾക്ക് 2 മണിക്കൂറല്ല കൂടുതൽ വയ്ക്കണമെന്ന് വെച്ചാലും വയ്ക്കാം. വൈകുന്നേരം അരിഞ്ഞ് വെച്ചിട്ട് നാളെ ആയാലും വയ്ക്കാം, കുഴപ്പമില്ല. ഉപ്പൊക്കെ നല്ല പിടിച്ചിരിക്കും അപ്പോഴേക്കും. അതിപ്പോൾ ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതിൽ ഉപ്പ് പിടിക്കാൻ അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും കായവും ഒക്കെ പിടിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. മക്കളെ, നമ്മളെ നാരത്തങ്ങ അരിഞ്ഞ് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പ് വെള്ളമായിട്ട് വന്നിട്ടുണ്ട് നാരത്തങ്ങയിൽ. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ തോരത്തിനൊക്കെ അരിയും പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ ഇതിന് ചേർക്കണം, വലിയ ഉള്ളി ചേർക്കണ്ട. കഴിയണതും നിങ്ങൾ ചെറിയ ഉള്ളി ചേർക്കണം. ഇല്ലെങ്കിൽ മാത്രം തന്നെ നിങ്ങൾ വലിയ ഉള്ളി ചേർത്താൽ മതി. പക്ഷേ ചെറിയ ഉള്ളിയിൽ ചെയ്യണതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ 2 വറ്റൽ മുളക് ചേർക്കണം. 1 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. 2 ചെറിയ ശർക്കര, 2 ചെറിയ കഷ്ണമാണ് ശർക്കര, ചെറിയ കഷ്ണം. പിന്നെ 1/2 ടീസ്പൂണ് കണക്കാക്കി കടുക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കണക്കാക്കി ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കണക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇതിന് മുഖ്യമാണ്. സാമ്പാർ പൊടി ഇടാതെ ഇത് നന്നായിരിക്കില്ല. അതുകൊണ്ട് സാമ്പാർ പൊടിയും കൂടെ ചേർത്താൽ തന്നെ ഇത് നന്നായിരിക്കും. പിന്നെ നല്ലെണ്ണ ഒത്തിരി കൂടുതൽ എടുക്കണം ഈ നാരത്തങ്ങയ്ക്ക്. ഇതൊരു 5 സ്പൂണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പുളി, ഒരു കഷ്ണം പുളിയും വേണം ഇതിന് മുഖ്യം. പിന്നെ 1/4 ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം ചട്ടി നമുക്കൊന്ന് ചൂടാക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കണക്കാക്കി ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ 2 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം.
ഒരു തുണ്ട് കറിവേപ്പില. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരത്തങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ, കൂടുതൽ തീ വേണ്ട, ഒരു മീഡിയം അളവിന് തീ നമ്മൾ ഗ്യാസ് വെച്ചാൽ മതി. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നാഗർകോവിലിൽ എന്താവശ്യം ഉണ്ടെങ്കിലും അവരെന്തെങ്കിലും വിശേഷങ്ങളോ കല്യാണങ്ങളോ എന്തുണ്ടെങ്കിലും ഈ നാരത്തങ്ങ പച്ചടി അവർക്ക് മുഖ്യമാണ്. ഞാൻ അവിടെയുള്ള ഒരാളിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഇത് ചെയ്തതാണ്. അവിടെയുള്ള ഒരാൾ സ്ഥിരമായിട്ട് ഇത് അവർ വീട്ടാവശ്യത്തിന് ഇതേപോലെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇതൊന്ന് വെന്തോട്ട് ഇതിൻ്റെ തൊലിയൊക്കെ വേവണം ഇത്തിരി. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ ഇട്ടത് വീഡിയോ ഇതായിപ്പോയി മക്കളെ. ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഒന്ന് വെന്തിട്ട് നമുക്കിതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം. നമ്മളെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ കണക്കാക്കി. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് ഇട്ടാൽ മതി. നമ്മൾ സാമ്പാർ പൊടിയിലൊക്കെ എരിവുള്ളതുകൊണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ എരിമുളക് കുറച്ച് ചേർത്താൽ മതി. അരയും നാരത്തങ്ങയ്ക്ക് കണക്കാക്കി നിങ്ങൾ ചേർത്തോളണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എരിവ് മുളകിന് പകരമാണ് ഞാൻ കാശ്മീരി എടുത്തത്. ഒരു കളറ് കിട്ടും, പിന്നെ എരിവും കൂടുതലുണ്ടാവില്ല. പച്ചമുളകൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നതുകൊണ്ട് എരിവുണ്ടാകും. അതായിട്ട് ചെറിയ നാരത്തങ്ങയല്ലേ, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി എടുത്തത്. കൂടുതൽ എരി വേണ്ടാത്തതുകൊണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി, കൂടുതൽ വേണ്ട. സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാം. എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച മണമൊന്ന് മാറിയതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ അതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളി നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഇനി തീ നമുക്ക് കുറച്ച് കൊടുക്കാം. നല്ല സിമ്മിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് പുളിയോടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. ഇനി മതി നമുക്ക്. കളറൊക്കെ മാറി നല്ല ഒരു മെറൂൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇറക്കി വയ്ക്കുമ്പം വറ്റുമ്പോൾ കറക്റ്റായിരിക്കും. ശകലം ചാറോട് ഇറക്കണം. എന്ന് വെച്ചാൽ തണുക്കുമ്പോൾ ചട്ടിയിലിരുന്ന് നമുക്കിത് തണുത്തതിന് ശേഷമല്ലേ നമ്മളിത് വേറൊരു ഇതിലോട്ടൊന്ന് മാറ്റൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിത്തിരി ഇതോടെ ചാറ് ഇരിക്കുക നമ്മൾ ഇറക്കണം. ഇല്ലെങ്കിൽ ഇത് നല്ല വറ്റി നല്ല വരണ്ടതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. മക്കളെ, നമ്മൾ നാരത്തങ്ങ പച്ചടിയെ നമുക്ക് ഇത് നല്ല തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കണ്ണാടി കുപ്പിയിലോട്ട് ഞാൻ മാറ്റുകയാണ്. നല്ല എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നാരങ്ങ പച്ചടിയാണ്. വീട്ടിലുമൊക്കെ ചെയ്ത് നോക്കണം മക്കളെ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയും മക്കളെ. കുപ്പിയിലോട്ട് മാറ്റി മക്കളെ. ചെറിയ ഒരു കുപ്പിക്ക് ഉണ്ട് ഇത്. ഇനി ഫ്രിഡ്ജിലോട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കാൻ പോണത്. നമ്മൾ ചോറ് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത്
ഒരു കുറച്ചെടുത്ത് വെച്ച് നമുക്ക് കഴിക്കാം. ഇത് ഇരിക്കും ഒരു 8-10 ദിവസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം മക്കളെ. എനിക്ക് ഷെയറും ബെൽബട്ടനൊക്കെ അമർത്തി സപ്പോർട്ടൊക്കെ ചെയ്യണം മക്കളെ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരും. ബൈ മക്കളെ.